പക്ഷം കണിയാമ്പറമ്പിൽ കുര്യൻ എപ്പിസ്കോപ്പാച്ചനെയും അതുപോലെയുള്ള സ്ഥാനികളെയെല്ലാം ഓരോരോ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ കയറ്റി ആദരിച്ച് ബഹുമാനിച്ചു. സെമിനാരിയിൽ പഠിക്കാൻ പോയ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു പാത്രികീസ് വിഭാഗത്തിൽ നിന്ന്. ഞങ്ങൾക്ക് പ്രത്യേകമായ കൺസിഡറേഷൻ ബാവ തിരുമേനി തന്നു. കാരണം അവരവിടെ നിന്ന് വന്നവരാണ്. എന്നിട്ടിപ്പോൾ പറയുന്നു അവരോട് സകലവിധ അനീതിയും കാണിച്ചു. അതിന് തെളിവ് പറയുന്നത് എന്താ? മെത്രാപ്പൊലീത്തമാരെ തെരഞ്ഞെടുത്തപ്പോൾ 58 സ്വീകരണത്തിന് ശേഷം 66 മെത്രാച്ചന്മാർക്ക് തെരഞ്ഞെടുക്കാൻ അസോസിയേഷൻ കൂടിയപ്പോൾ വടക്ക് നിന്ന് ആരെയും തെരഞ്ഞെടുത്തില്ല. അതായത് അങ്കമാലി, കൊച്ചി, കണ്ടനാട് ഈ 3 ഭദ്രാസനങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തില്ല. തെരഞ്ഞെടുത്തതെല്ലാം തെക്കൻ ഭദ്രാസനങ്ങളിൽ നിന്ന്. നാണക്കേടോടെ ഞാൻ പറയട്ടെ, ആരെയാ തെരഞ്ഞെടുക്കാൻ ഇവിടെ ഉണ്ടായിരുന്നേ? ആരുടെ പേരാണ് ഈ 66 പറയുന്നത്? പെണ്ണ് കെട്ടാത്തവരായിരിക്കണമല്ലോ മെത്രാൻ. പെണ്ണ് കെട്ടാത്ത വിദ്യാഭ്യാസം ഇച്ചിരി കുറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങൾക്ക് പറയാൻ ആള് വേണ്ടേ? ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നതും പിന്നീട് സ്ഥാനത്ത് വന്നതും ചെറുവള്ളിലെ അച്ഛനും പെരുമ്പള്ളി അച്ഛനുമാണ്. ചെറുവള്ളി തിരുമേനിയാണ് അന്നത്തെ കോലഞ്ചേരി നടന്ന വാഴ്ചയ്ക്ക് മുൻകൈ എടുത്ത് അവിടെയൊക്കെ പ്രവർത്തിച്ചിരുന്നത്. കാരണം അദ്ദേഹം മെഡിക്കൽ മിഷനിലായിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമൊക്കെ നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മെത്രാനാകാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ വടക്കുള്ളവരാരും പറഞ്ഞില്ല എന്നുള്ള ആരുടെ കുറ്റ? ഇവിടെ യോഗ്യരായ ആളുകളെ പറയാൻ വടക്കർക്കുണ്ടായിരുന്നില്ല. അതാണ് സത്യം.